പെൺസുഹൃത്തിനെ കളിയാക്കിയതിന് വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റതായി പരാതി. തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് ക്ലാസ് മുറിയിൽ ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു ആക്രമണത്തിൽ കുട്ടിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഇവൻ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് സംഭവം ചോദിച്ചിട്ട് വന്ന് ചീത്തയൊക്കെ വിളിച്ച് മെക്കിട്ട് കയറി. അപ്പോഴത്തേക്കും നോക്കാൻ നേരത്തെ പോക്കറ്റിങ് കയ്യിൽ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കൈയിട്ട് പറഞ്ഞപ്പോ കയ്യിൽ പൊട്ടലൊക്കെ വന്നു. പിന്നെ അല്ലാതെ വിളിച്ചതൊക്കെ വന്നു. അപ്പൊ അത് മാക്സിമം നോക്കിയായിരുന്നു അതൊക്കെയാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ ചെന്ന് ടീച്ചേഴ്സ് ആയാലും സ്കൂളിൽ നിന്നായാലും ഒന്നും പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. ആരും പിടിച്ചു മാറ്റാനൊന്നും നിന്നില്ല. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവ് സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയാണ്. സൈക്കിൾ ചെയിൻ ചുരുട്ടി തലയിലിടിക്കാൻ ശ്രമിച്ചത് വിദ്യാർത്ഥി കൈകൊണ്ട് തടഞ്ഞപ്പോഴാണ് കൈയുടെ അസ്ഥിക്ക് 2 പൊട്ടൽ സംഭവിച്ചത്. തുടർന്നുള്ള മർദ്ദനത്തിൽ തലയുടെ വിവിധ ഭാഗങ്ങളിലായി ഗുരുതരമായ ചതവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഉച്ച സമയത്ത് അത് ടീച്ചർ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ അത് കൂടെ പഠിക്കുന്ന കുട്ടി തന്നെയാണ് സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് എൻ്റെ മകനെ വളരെയധികം നല്ല രീതിയിൽ ഉപദ്രവിച്ചു എന്ന് വെച്ചാൽ തലയ്ക്കുമൊക്കെ നല്ല രീതിയിൽ പരിക്കും. അവൻ തടുക്കാൻ നോക്കിയപ്പോൾ അവന്റെ കൈക്ക് പൊട്ടൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ വായിലൊക്കെ നല്ല മുറിവ് വന്നു. അപ്പൊ എന്നിട്ട് അവൻ ചോരയൊക്കെ തുപ്പി. അത് അവൻ ശീലിച്ച് അവശനായിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ക്ലാസ്സിലെ കുട്ടികൾ പോയാണ് ടീച്ചറടുത്ത് പറഞ്ഞത്. എന്നിട്ടും അത് ആദ്യം ഒന്നും നല്ല രീതിയിലൊന്നും അവർ പ്രതികരിച്ചില്ല. പിന്നെ എന്റെ മകൻ തന്നെയാണ് പിന്നെ പോയി ഓഫീസ് റൂമിൽ പോയി പറഞ്ഞതിന് ശേഷം അവരെന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ കിട്ടിയില്ല. അതുവരെ മകനെ അവിടെ ഇരുത്തിയിരിക്കുവായിരുന്നു. എന്റെ പുറമേ അവനെ വലിയ പരിക്കൊന്നും കാണാത്തതുകൊണ്ട് അവരവിടെ ഇരുത്തിയിരിക്കുവായിരുന്നു. ഹോസ്പിറ്റലൊന്നും അന്നേരം കൊണ്ടുപോയില്ല. ഞാൻ ചെന്നതിന് ശേഷമാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഈ കുട്ടി സൈക്കിൾ ചെയിനൊക്കെ കൊണ്ടുവന്നതാണ് സ്കൂളിൽ. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതിനെ തുടർന്ന് മാതാവ് കുട്ടിയെ കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടരുകയാണ്. വായിലൂടെ രക്തം വരികയും നിരവധി തവണ ഛർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടർമാർ സ്കാനിങ്ങിനും കുട്ടിയെ വിധേയമാക്കിയെന്നും പരിശോധനാ ഫലം വന്നാൽ മാത്രമേ തുടർ ചികിത്സയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകൂവെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ആക്രമണ സംഭവം സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ അറിയിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് മാതാവ് ഉന്നയിക്കുന്നത്. പരിക്കേറ്റ് ക്ലാസ് മുറിയിൽ ആക്രമണം നടന്ന വിവരം മറ്റ് സഹപാഠികൾ പ്രിൻസിപ്പാളിനെ വിവരം അറിയിച്ചെങ്കിലും പ്രതികരണം ഉണ്ടാവാത്തതിനെ തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി തന്നെ ഓഫീസ് മുറിയിൽ എത്തി വിവരം പറയുകയായിരുന്നു. അതിനുശേഷമാണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവിനെ സ്കൂൾ അധികൃതർ വിവരം അറിയിക്കുന്നത്. ആശുപത്രി അധികൃതർ വിവരം കല്ലമ്പലം പോലീസിൽ അറിയിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന അക്രമ സംഭവത്തെക്കുറിച്ചുള്ള വിവരം സ്കൂൾ അധികൃതർ ഇന്നലെ രാത്രിയാണ് പോലീസിനെ അറിയിച്ചത്. അതനുസരിച്ച് മർദ്ദിച്ചതും മർദ്ദനമേറ്റതുമായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു. ബീക്കൺ ന്യൂസ്, കല്ലമ്പലം.